സ്തുതിക്കാം. ഇന്ന് രാത്രികാലം ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രികാലവും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇന്ന് പകലും രാത്രി നമ്മുടെ മധ്യ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ രജീഷ്, ഹാലേലൂയ, പാസ്റ്റർ രജീഷ്, ഹാലേലൂയ, അതുപോലെ ജോബൻ പാസ്റ്റർ, മറ്റെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ഒരു പാട്ട് പാടി ആരാധിപ്പാൻ ഞാൻ ഇന്ന് രാത്രി സമയം വേർതിരിക്കുന്നില്ല. നമുക്ക് തുടർന്ന് വചന കേൾവിയിൽ നമുക്ക് ആരാധനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കുമല്ലോ. ഹാലേലൂയ. വളരെ പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹാലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹാലേലൂയ, ഹാലേലൂയ. മനുഷ്യൻ ഒന്ന് നിരൂപിക്കും, എന്നാൽ അവൻ്റെ കാലടികളെ ക്രമപ്പെടുത്തുന്നത് ദൈവമാണ്. ഏകദേശം ഇതിന് സമാനമായ ഒരു ദൂതാണ് കഴിഞ്ഞ ദിവസവും കേൾപ്പാനിടയായത്. ഹാലേലൂയ. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ കേട്ട വചനത്തിന് മുൻപിലും ഇനി കേൾക്കുവാൻ പോകുന്ന വചനത്തിൻ്റെ മുൻപിലും കർത്താവേ ഹാലേലൂയ എന്നോട് സംസാരിക്കണമേ എന്നുള്ള വളരെ പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏവർക്കുമായിരിക്കാം. ഹാലേലൂയ. നാം രാവിലെ അറിഞ്ഞതുപോലെ ഹാലേലൂയ കാട്ടാക്കട AG സഭയുടെ ശുശ്രൂഷകനും അപ്പോൾ തന്നെ ആ ഏരിയയുടെ പ്രസ്ബിറ്ററുമായിരിക്കുന്ന AG പ്രസ്ബിറ്ററുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രജീഷ് പാസ്റ്ററാണ് നമ്മുടെ മധ്യയിലുള്ളത്. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ ഹാലേലൂയ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യത്തിരുനാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് കൂടി വരാൻ സർവകൃപാലുവായ ദൈവം നമുക്കൊരവസരത്തെ നൽകിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഒരു പകൽ മുഴുവൻ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങൾക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടയിൽ നിന്നൊരു ചെറുമുഖം പോലും മറഞ്ഞു പോകാനിടവരാത്ത നിലകളിൽ നമ്മെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവം സൂക്ഷിച്ച് നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് പകലും ഈ രാത്രിയിലും കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ എന്നെ ഇവിടെ ക്ഷണിച്ച ഇവിടുത്തെ സീനിയർ ശുശ്രൂഷകൻ ആമേൻ പ്രിയ കോശപ്പാസെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതിനോടൊപ്പം ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ എൻ്റെ സഹോദര തുല്യം ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസ ജോബിൻ അവറുകൾ, അദ്ദേഹമാണ് ഒരിക്കൽ കൂടെ എന്നോട് പരിചയപ്പെടുത്തിയത്. കർത്താവിൻ്റെ ദാസന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് പകലും ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ജനത്തിനും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെയും നന്ദിയും ഈ രാത്രി അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ഈ രാത്രി ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ പദപീഠത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് പകൽ ഇടപെട്ട ദൈവം, ഇന്നലകളിൽ ഇടപെട്ട ദൈവം, ഇതുവരെ ഇടപെട്ട ദൈവം ഈ രാത്രിയിൽ നമ്മോട് ഇടപെടാൻ അവൻ വിശ്വസ്തനാണ്. അവൻ ഇന്നലെയും ഇന്നും ഇനി എന്നെന്നും അവൻ വിശ്വസ്തനായ ദൈവം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവ് വിശ്വസ്തൻ. നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ ആമേൻ അവിശ്വസ്തരാകുന്നെങ്കിലും കർത്താവ് നമുക്ക് വിശ്വസ്തനായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ഞാനും ഒക്കെ ഇന്ന് രാത്രിയിലും ഇതിനകത്ത് ജീവനോടെ വരാൻ കൃപയാൽ ഇടയായല്ലോ. നാം രാവിലെ വായിച്ച ദൈവവചന ചിന്തയിലേക്ക് തന്നെ ഈ രാത്രിയിൽ നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്. യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ശ്രദ്ധിക്കണേ, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്. യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. അപ്പം ഒരാലോചനയല്ല, ഒത്തിരി ആലോചനയുള്ളവരാ. പലതിനെക്കുറിച്ചും വിചാരപ്പെടുന്നവനാണ് മനുഷ്യൻ. ഒന്നങ്ങോട്ട് തുടങ്ങി വെച്ചാൽ മതി, ബാക്കിയുള്ള വിചാരങ്ങൾ പിന്നെ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ചില ആളുകൾ വിചാരപ്പെട്ട് അവസാനം വന്ന് നിൽക്കുന്നത് ഇനി രക്ഷയില്ല പാസ്റ്ററെ, ഇതോടെ ഞാൻ തീർന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, നിങ്ങൾ രക്ഷയില്ലെന്നിട്ട് പറഞ്ഞ ഇടത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് ആരംഭിക്കും.
നിങ്ങളെക്കുറിച്ച് രക്ഷയില്ലെന്ന് പറഞ്ഞ ഇടത്തു നിന്ന്, പിശാച് പറഞ്ഞ ഇടത്തു നിന്ന്, മനുഷ്യൻ പറഞ്ഞ ഇടത്തു നിന്ന്, ദേശാധിപതി പറഞ്ഞ ഇടത്തു നിന്ന്, സാത്താൻ പറഞ്ഞ ഇടത്തു നിന്ന്, ഒരുപക്ഷെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ വരെ ഒരുപക്ഷെ പറഞ്ഞ ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പരിശുദ്ധാത്മാവ് ചിലതിന് ആരംഭം കുറിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ കൃപ ലഭിച്ച എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനം എന്താ പറയുന്നത്? മനുഷ്യൻ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ ഒരു മുഴം കുറയ്ക്കാനോ ആമേൻ, സ്തോത്രം. ചിന്തിക്കുന്നത് കൊണ്ട് ആമേൻ, ഒരു മുഴ കൂട്ടാനും പറ്റത്തില്ല, ഒരു മുഴ കുറയ്ക്കാനും പറ്റത്തില്ല. അളവിനൊരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല. ഒരടിയാണെങ്കിൽ അത് ഒരടി തന്നെയാണ്, രണ്ടടിയാണെങ്കിൽ അത് രണ്ടടിയാ, ഒരു മീറ്റർ ആണെങ്കിൽ അത് ഒരു മീറ്ററാ. സ്തോത്രം. അത് നിങ്ങൾ വിചാരപ്പെട്ടത് കൊണ്ട് ആമേൻ, സ്തോത്രം, നിങ്ങൾ ഒത്തിരി ചിന്തിച്ചത് കൊണ്ട് അതിനെ മുഴ കൂട്ടാനും കുറയ്ക്കാനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല. സ്തോത്രം. എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. എല്ലാറ്റിനും കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർ ചേർന്ന് ആമേൻ പറയും എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? സ്തോത്രം. നമുക്ക് കഴിയാത്തത് ആമേൻ സാധിക്കുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് പറ്റത്തില്ലെന്ന് പറയുന്നത് ആമേൻ സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞ നിങ്ങളുടെ വിചാരങ്ങൾക്കപ്പുറം. നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്? നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരം. അപ്പൊ ചോദിച്ചതൊന്ന്, നനച്ചതൊന്ന്, ദൈവം ചെയ്യുന്നത് മറ്റൊന്ന്. നോക്കിയേ, സ്തോത്രം. ചോദിച്ചതിലും സത്യത്തിൽ ചോദിക്കേണ്ടത് ഏതായിരുന്നു? നനച്ച കാര്യമല്ലേ ചോദിക്കേണ്ടത്? നനച്ചതല്ലേ ചോദിക്കേണ്ടത്? ചോദിച്ചതിലും നനച്ചതിലും. അപ്പം ദൈവത്തോട് ചോദിച്ചതൊന്ന്, നനച്ചത് അല്പം കൂടെ മെച്ചമായത്, ഇനി ദൈവം ചെയ്യുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായത്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഹല്ലേലൂയ. തലമുറകളുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ ഭാവിക്ക് വേണ്ടി, സ്വന്തമായ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നതൊന്ന്, നിങ്ങൾ നനയ്ക്കുന്നതൊന്ന്, ഇത് രണ്ടുമല്ലാത്ത അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നിവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലാണ് ഇന്ന് രാത്രി നിങ്ങൾ മുട്ടുമടക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട് പ്രിയരെ, എങ്കിലും യഹോവയുടെ ആലോചന മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ആരാധിക്കുന്നവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ലാതെ മറ്റൊന്നും നടപ്പിലാക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് പ്രതികരിക്കാം. ആമേൻ. നമ്മുടെ ബുദ്ധിക്ക് അതീതമായത് അല്ലേ? സ്തോത്രം. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, നമ്മൾ വിചാരിച്ച ചിലത് നടക്കത്തില്ലെന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ആത്മാവ് പറയുന്നു അത് നിനക്ക് നടക്കത്തില്ല, നിന്നെ കൊണ്ട് നടത്താൻ പറ്റത്തില്ല. പക്ഷെ നിനക്ക് വേണ്ടി അത് നടത്തിത്തരാൻ വിചാരമുള്ള ഒരു ദൈവം അല്ലേ? ബുദ്ധിക്കതീതമാം അത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം. നിങ്ങൾ നോക്കിയേ, ബുദ്ധിക്ക് മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം, രണ്ട് ഭാഗത്ത് വലിയ പർവ്വതനിരകൾക്ക് സമമായ മലകൾ, ഓടിക്കയറാൻ പറ്റാത്ത സ്ഥലം അല്ലേ? പ്രവാചകന്മാരുടെ ഭാഷ പറഞ്ഞാൽ കൂട്ടിനകത്ത് അടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ ഒതുങ്ങി. അവിടം കൊണ്ട് തീർന്നെന്ന് എല്ലാവരും കരുതിയില്ലെങ്കിലും ചിലരെങ്കിലും കരുതി അല്ലേ? സ്തോത്രം. പക്ഷെ ബുദ്ധിക്ക് അതീതമായിട്ട്, ഞാൻ ഇങ്ങനെ പറയുന്നു, മോശയുടെ ബുദ്ധിക്ക് പോലും അതീതമായിട്ട്, ജനത്തിൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട്,
ഇവരെ പുറകെ നടന്ന് ഓടിച്ച ഫറവോനും അവൻ്റെ സൈന്യത്തിൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട്, ആമേൻ, സ്തോത്രം, ഇവരെ ഇന്നലകളിൽ മിസ്രൈമിലിട്ട് ഒതുക്കിയ ദേശാധിപതിയുടെ ചിന്തകൾക്ക് അതീതമായിട്ട് നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്ത് മന്ത്രവാദം ചെയ്ത് ആമേൻ നിങ്ങളെ രഹസ്യമായി നിഗൂഢമായി തകർത്ത് കളയാൻ പദ്ധതിയിടുന്ന പിശാചിന്റെ ചിന്തകൾക്ക് അതീതമായിട്ട് ഇന്ന് രാത്രി ഒരു ദൈവ പ്രവൃത്തി ഇവിടെ ഉണ്ടെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട്, എല്ലാം നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമായിട്ട്, എല്ലാം നമ്മുടെ നിരൂപണങ്ങൾക്കപ്പുറമായിട്ട്, എല്ലാം നമ്മുടേതായ ആലോചനകൾക്കപ്പുറമായിട്ട് നമ്മെ നടത്താൻ കഴിയുന്ന ഒരുവന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി നാം ഇരിക്കുന്നത്. കനായിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അന്നത്തെ ജനം എന്ത് ചിന്തിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കുമെന്ന് എനിക്കറിയാം. സ്തോത്രം. കാരണം വിഷയം ചെറുതൊന്നും അല്ല. ഇനി അവിടെ വിളമ്പിയ വീഞ്ഞ് അത്ര നിസ്സാരമായ വീഞ്ഞൊന്നും അല്ല, മേത്തരമായതല്ലേ. സ്തോത്രം. അതും ആമേൻ. ആദ്യത്തേതും രുചിച്ചവർ രണ്ടാമത്തേതും രുചിച്ചു. എല്ലാവരും അല്ല, ചിലര് അല്ലേ. സ്തോത്രം. അപ്പൊ ആദ്യത്തെ രുചി മനസ്സിലാക്കിയവർ രണ്ടാമത്തെ രുചിച്ചിട്ട് പറയുക, അയ്യോ ഇത്രയും നല്ല എളുപ്പമായത് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ ഒന്നാമത് കൊടുത്തത് ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ? ഒരാഴ്ച കൊണ്ടുണ്ടായതാണോ? 1-2 മണിക്കൂർ കൊണ്ടുണ്ടായതാണോ? എത്രയോ ദിവസങ്ങൾ അതിനെ ആമേൻ അവരുടെ രീതി അനുസരിച്ച് ആമേൻ സ്തോത്രം അല്ലേ എല്ലാ സാധന സാമഗ്രികളും ഇട്ട് അതിനെ റെഡിയാക്കി ഭദ്രമാക്കി പുറം ലോകം കാണാതെ വയ്ക്കേണ്ടടുത്ത് അതിനെ വച്ച് ക്രമീകരിക്കേണ്ട രീതിയിൽ ക്രമീകരിച്ചെടുത്തതല്ലേ. സ്തോത്രം. നമ്മളാണെങ്കിൽ പറഞ്ഞതിന് അത്രയൊന്നും മെച്ചമായില്ലെങ്കിലും വലിയ തിരക്കേടില്ലാതെ നമുക്ക് ഒരു പക്ഷെ കൊടുക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് ദൈവത്തോട് എന്ത് ചെയ്യാം? ഒന്ന് പ്രാർത്ഥിക്കാം. എന്തിനെ? പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഇതൊന്ന് കുളമാകാതിരിക്കാൻ. ഏതാ ഇനി നടക്കാൻ പോകുന്നത് ഈ സ്തോത്രം. ഈ ചില ആളുകൾ കല്യാണത്തിന് 2000 ലെറ്റർ അടിച്ചിട്ട് 500 പേർക്ക് ഫുഡും വെക്കും. പിന്നെ ഒരു പാചകക്കാരൊരു ബുദ്ധി ചെയ്യും. സ്തോത്രം. ആമേൻ 1000 പേർക്കുള്ള ലിസ്റ്റ് അവർ തയ്യാറാക്കി ബാക്കിയുള്ള സാധനം വെച്ചേക്കും. സമയമാകുമ്പോൾ എടുത്തിട്ട് ഒരു കലക്കുണ്ട് വെള്ളത്തിൽ. ഏത് ബിരിയാണിയൊക്കെ ആണെങ്കിൽ നടക്കത്തുള്ളൂ എളുപ്പത്തിന് അല്ലേ. സ്തോത്രം. പക്ഷെ അത് ആദ്യം വയ്ക്കുന്നതിനും രണ്ടാമത് വെക്കുന്നതിനും വ്യത്യാസമുണ്ട്. വെള്ളം തോർന്ന് കിട്ടിയ ഭാഗ്യം, റൈറ്റ്. ശരിയായ രീതിയിൽ അത് ആമേൻ വെന്ത് കിട്ടിയാൽ നമുക്ക് ഭാഗ്യം അല്ലേ. ഉപ്പ് കറക്റ്റായാൽ ഭാഗ്യം, ഒഴിക്കുന്ന നെയ്യ് കറക്റ്റായാൽ ഭാഗ്യം, ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എവിടെ അവസാനം വരുമ്പോൾ അതൊന്നും കാണുകയില്ല. ആദ്യത്തെ കണ്ടതൊന്നും പിന്നെ രണ്ടാമത്തെ കാണുകയില്ല. സ്തോത്രം. സമയമെടുത്ത് സമയമെടുത്ത് ദിവസമെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിനോടൊപ്പം ഒന്നും നമ്മൾ രണ്ടാമത് അതേപോലൊരു സാധനം ഉണ്ടാക്കാൻ നിന്നാൽ ആദ്യത്തേതിനോടൊപ്പം വരത്തില്ലെന്നേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ വർഷങ്ങളും മാസങ്ങളും എടുത്ത് ചെയ്തതിനേക്കാൾ ആമേൻ അതേ സാധനം അതിനേക്കാൾ മേത്തരമായ നിലയിൽ, അതിനേക്കാൾ ടേസ്റ്റ് ആയിട്ട്, അതിനേക്കാൾ ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് ആമേൻ ചെയ്തെടുക്കാൻ കഴിയുന്ന നിന്റെ വിചാരങ്ങൾക്ക്, നിന്റെ ചിന്തകൾക്ക്, നിന്റെ ബുദ്ധിക്ക് അതീതമായി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന് ആത്മാവിലൊന്ന് പരിഹരിക്കാം. ദൈവത്തിന്റെ വിചാരത്തിനനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ദൈവം കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവർക്കൊരു അതിശയോക്തി ഉണ്ടാവും. അത് നമ്മളായിട്ട് ചെയ്യാൻ പോയാൽ നടക്കത്തില്ല. നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടന്നാൽ അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ആമേൻ.
ആമേൻ. നമ്മൾ ആരെങ്കിലും ചെയ്ത് 100% ഒരു കാര്യം സക്സസ് ആയവർ മാത്രം ഒന്ന് കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഉണ്ടോ? ഉണ്ടോ? നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ച് തീർത്തതിലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? നാളുകൾ ഉപവസിച്ച്, നാളുകൾ പ്രാർത്ഥിച്ച്, ആണ്ടുകൾ കണ്ണുനീരൊഴുക്കി, സ്തോത്രം KSF നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ ഫണ്ടും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടാവോ അവിടെ നിന്നെല്ലാം മേടിച്ച്, സ്തോത്രം നല്ല എഞ്ചിനീയറിനെ കണ്ട് വരച്ച്, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലാനും നമ്മുടെ പ്ലാനും കൂടെ കൂട്ടിച്ചേർത്ത് നല്ല മേസ്തനെ കണ്ടുപിടിച്ച് ബന്ധപ്പെട്ട് നല്ല വീടുമൊക്കെ വെച്ച് 100-300 പേരെ ഭവന പ്രതിഷ്ഠയ്ക്കൊക്കെ വിളിച്ച് ഇവിടെ വരുമ്പം സ്തോത്രം ആമേൻ 100-500 അല്ലെങ്കിൽ ഒരു 100-150 പേരുടെ ആമേൻ സംഭാവനയും സ്തോത്രം പ്രസൻറ്റേഷനും തന്നിട്ട് 2000 രൂപയുടെ അഭിപ്രായം പറയുന്നവരില്ലേ? അത് ആ ചോരിങ്ങനെ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ, ഇവിടെ ഈ സ്തോത്രം ലിവിങ് ഇപ്പുറത്തോട്ടൊന്ന് ആക്കിയിരുന്നെങ്കിൽ ഇതാക്കാൻ പെട്ട പാട് നമുക്കറിയാം. സ്തോത്രം ശരിയല്ലേ? ഈ പുൽപ്പിറ്റ് അപ്പുറത്തായിരുന്നെങ്കിൽ, ഇപ്പുറത്തോട്ടൊന്നായിരുന്നെങ്കിൽ എന്തോ ഒരു ഐശ്വര്യമായിരുന്നല്ലേ? കുറച്ചുകൂടെ സ്തോത്രം എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റും. കാരണം നമ്മൾ ചെയ്യുന്നതിലൊന്നും മനുഷ്യന് പൂർണ്ണത കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷെ തമ്പുരാൻ ചെയ്ത അത് ചെയ്യുന്നത് കൊണ്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ടാ. അമ്മേ, നീ വർഷങ്ങൾ കൊണ്ട് ചെയ്തത് അവനൊരു വാക്കുകൊണ്ടാ കൽപ്പിച്ച് ചെയ്യുന്നത്. അവൻ വിത്ത് സെക്കൻഡ് കൊണ്ടാ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാ, അതിനോടൊപ്പം കടപിടിക്കാൻ മറ്റൊന്നിനും പറ്റത്തില്ല. ആ നിലയിൽ ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ നിന്റെ ചിന്തയ്ക്ക് അതീതമായി, നിന്റെ വിചാരങ്ങൾക്ക് അതീതമായി, നിന്റെ ആലോചനയ്ക്ക് അതീതമായി, നിന്റെ പദ്ധതികൾക്ക് അതീതമായി ഒരു ദൈവകരം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇന്ന് രാത്രി ഞാൻ എങ്ങനെ പ്രസംഗിച്ചാലും എനിക്ക് പ്രസംഗിക്കാൻ എനിക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഇല്ലേ? എങ്ങനെ പ്രസംഗിക്കണം, ജനത്തിൻ്റെ പൾസ് എന്തായിരിക്കും, ഈ സഭയുടെ അന്തരീക്ഷം എന്താണ്, അപ്പോൾ എത്രമാത്രം ഒരുങ്ങി വരണം, അല്ലേ? നമ്മൾ വേദി അറിഞ്ഞും സദസ്സൊക്കെ അറിഞ്ഞില്ലേ ഓരോരുത്തരും ആ നിലയിൽ പോകുന്നത്. നമുക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ചില സമയത്ത് പൊട്ടനായി പോയോ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയോ? അവിടെ ശുശ്രൂഷിച്ചത് രജീഷല്ല. ഞാൻ പൊട്ടനായിട്ട് ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി വന്നത് ദൈവമാണ്. അല്ല, ഞാൻ പറയാ സെറ്റായി, നന്നായിരുന്നു, എനിക്ക് നല്ലപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ, എനിക്കല്ലേ തോന്നിയുള്ളൂ, നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഞാൻ പറഞ്ഞ ആശയം പിടി കിട്ടിയ സ്തോത്രം. ഇന്ന് പകലിൽ തമ്പുരാനാണ് ഇതിനകത്ത് വന്ന് നിൽക്കുന്നതെങ്കിൽ, കർത്താവാണ് ചിലത് ചെയ്യുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവാണ് ഒരുത്തൻ ഉപയോഗിക്കുന്നതെങ്കിൽ, അഭിപ്രായം പറയാൻ ആർക്കും ഒന്നും ഉണ്ടാവില്ല. ആമേൻ, ആമേൻ. പള്ളിയിൽ പലരും പ്രസംഗിച്ചു, അല്ലേ? പള്ളിക്കകത്ത് പലരും ഉപദേശിച്ചു. പക്ഷെ കർത്താവിൻ്റെ പ്രസംഗത്തെ വിധിക്കാനോ വിധി പറയാനോ ആ പ്രസംഗത്തെ ഒന്ന് പിടിച്ചമർത്താനോ അതിനെ ഒന്ന് ഒതുക്കാനോ ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷെ ഒന്നിനും സാധിച്ചില്ല. കാരണം അതിനകത്ത് ഒരു പൂർണ്ണതയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയോ? നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളെക്കുറിച്ചുള്ള പിശാചിൻ്റെ വിചാരങ്ങളെയും ഇന്ന് രാത്രി ദൈവം തകർത്തിട്ട് ദൈവത്തിൻ്റെ വിചാരത്തിനും ദൈവത്തിൻ്റെ ചിന്തകൾക്കും ദൈവത്തിൻ്റെ പദ്ധതിക്കും അനുസരിച്ച് പരിപൂർണമായ നിലയിൽ അടിസ്ഥാനപരമായ നിലകളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചില വിടുതലുകൾ ചില കുടുംബങ്ങൾക്കകത്ത് ചില തലമുറകളുടെ വിഷയത്തിന് ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആലോചന അല്ലാതെ മറ്റൊന്നും നിവർത്തിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. നമ്മളതാണ് യശയ്യാപ്രവചനത്തിൽ വായിച്ചു. ദൈവം നിർണയിച്ചു, ആ നിർണയത്തെ ദുർബലമാക്കുന്നവൻ ആർ? എന്നിട്ട് പറയുക, ദൈവം കൈ എന്ത് ചെയ്തിരിക്കുന്നു? നീട്ടിയിരിക്കുന്നു, അതിന് മടക്കുന്നവൻ. നിങ്ങളും ഞാനും എന്തായി തീരണമെന്ന് ദൈവം നിർണയിച്ചു. ആ നിർണയിച്ച കാര്യത്തെ നടപ്പിലാക്കാൻ ദൈവം കൈ നീട്ടി. ഇനി ആ മനുഷ്യൻ അതേ ആകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ല? നിങ്ങളെ എന്താക്കണമെന്ന് ദൈവം വിചാരിച്ചു, അത് ദൈവം നിർണയിച്ചു, അത് നടപ്പിലാക്കാൻ ദൈവം കൈ നീട്ടി. ഇനി നിങ്ങൾ വേറെ എന്താകാൻ നിങ്ങൾ ശ്രമിച്ചാലും, നിങ്ങളെ വേറെ എന്താക്കി മാറ്റാൻ പിശാച് ശ്രമിച്ചാലും, അല്ല ബന്ധുക്കൾ ശ്രമിച്ചാലും, നീ എന്താകാൻ ദൈവം കൈനീട്ടിയോ അതേ നീ ആകത്തുള്ളൂ. മറ്റൊരു തരത്തിലാകാൻ അവൻ സമ്മതിക്കുന്നവനല്ല. മിസ്രയീമിൽ മന്ത്രിയാകാൻ യോസേഫിനെ കുറിച്ച് ദൈവം നേരത്തെ നിർണയിച്ച കാര്യമാണ്. അത് നടപ്പിലാക്കാൻ ദൈവം കൈയും നീട്ടി. പക്ഷെ ആ കൈ നീട്ടിയതിന് ശേഷം വന്ന അനർത്ഥങ്ങളും പ്രതിസന്ധികളൊന്നും ചെറുതല്ല. ഈ കൈനീട്ടി എന്ന് പറയുമ്പോൾ നീട്ടി ഉടനെ അത്ഭുതം നടന്നു എന്നാരും ചിന്തിക്കരുത്. എല്ലാ വിഷയത്തിലും അല്ല, ചില കാര്യങ്ങളിൽ അല്ലേ. സ്തോത്രം. ചെങ്കടലിൽ മോശ വടി നീട്ടി എന്നുള്ള സത്യം. പക്ഷെ മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റ് അടിക്കാതിരുന്നെങ്കിലോ? അപ്പൊ നീട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ? സ്തോത്രം. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ എത്ര ആരാധിച്ചാലും ഒരു ദൈവിക ഇടപെടൽ അതിനകത്തുണ്ടാവണം. അപ്പൊ യോസേഫിനെ മിസ്രയീമിലെ മന്ത്രിയാക്കാൻ ദൈവം തീരുമാനിച്ചതാ. അതിനെതിരെ ആദ്യം എഴുന്നേറ്റാരാ? അകത്തുനിന്നാണോ പുറത്തു നിന്നാണോ? ഒരു സ്വത്രം പറഞ്ഞേ പോരാ, ശക്തിയോട് പറഞ്ഞേ ആമേൻ. അതുകൊണ്ട് ചില ഭാഷമാർ യോഗത്തിൻ്റെ ഇടയിൽ കയറി ചിലരുടെ ചെവി ചെന്ന് ദൂത് പറയണേ. കാരണം ചിലർ കേട്ടാൽ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് സ്തോത്രം, ചിലത് പിന്നത്തേത് കാണുമ്പോൾ രഹസ്യമായിട്ട് വിളിച്ചു പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ചിലർ കേട്ട ബുദ്ധിമുട്ടാണ്. യോസേഫിൻ്റെ സഹോദരന്മാർ യോസേഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി, ആ ദർശനത്തെ എന്ന് കൈമാറിയോ അന്ന് തൊട്ട് യോസേഫിന് പ്രശ്നം. ഞാൻ അവിടെ നിൽക്കുന്നില്ല, എൻ്റെ ചിന്ത അവിടെ അല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യോസേഫിൻ്റെ സഹോദരന്മാർ യോസേഫ് എങ്ങും എത്താതിരിക്കാൻ അവരാലാവോളം പരിശ്രമിച്ചു. അങ്ങനല്ലേ? സ്തോത്രം. പകച്ചെന്നും എഴുതിയിരിക്കുന്നു, അടുത്ത് പറയുന്നു ഏറ്റവും അധികം പകച്ചു. സത്യത്തിൽ ഉണ്ണാനോ ഉറങ്ങാനോ ഒറ്റ വാക്കി പറഞ്ഞാൽ വീട്ടിൽ പോലും ഇരിക്കാൻ ഒരു സ്വസ്ഥത പുള്ളിക്കാരന് കൊടുക്കുന്നില്ല. ആ നിലയിൽ സഹോദരന്മാരെന്ത് ചെയ്തു? അവനെതിരെ തിരിഞ്ഞു. സ്തോത്രം. പിന്നത്തേതിൽ അറിയാമല്ലോ. എന്നിട്ട് ആ യോസേഫിൻ്റെ മനോഭാവം ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എടാ നീ സ്തോത്രം നിൻ്റെ സഹോദരന്മാരെയൊക്കെ ഒന്ന് അന്വേഷിച്ച്, അവരെവിടാന്നൊക്കെ ഒന്ന് അന്വേഷിച്ച്, സുഖവിവരങ്ങൾക്ക് ഒന്ന് തിരക്കി ഒന്ന് മടങ്ങി വരാൻ അപ്പൻ ആവശ്യപ്പെട്ടപ്പോൾ, ഇന്നലെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനെടുത്തപ്പോൾ, അമ്മ ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ നിന്നപ്പോൾ, അപ്പൻ ഈ നിലയെങ്കി ഒന്ന് ധരിപ്പിച്ചപ്പോൾ അമ്മയുടെ സ്വഭാവമൊക്കെ ഞാൻ കണ്ടതാ. ഇത് നിങ്ങൾ ഞാനും പറയും, കൃപയുള്ളവൻ പറയത്തില്ല. മനസ്സിലായില്ല? ഇത് നിങ്ങൾ ഞാനും പറയും, അഭിഷേകമുള്ളവൻ പറയത്തില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. വെളിപ്പാടുള്ളവൻ അത് പറയത്തില്ല, ദർശനമുള്ളവൻ അത് പറയത്തില്ല, കാഴ്ചപ്പാടുള്ളവൻ അത് പറയത്തില്ല, ദൈവമാണ് എന്നെ വിളിച്ചതെന്ന് ഉറപ്പുള്ളവൻ അത് പറയത്തില്ല. അവൻ അറിയാ ഇതല്ല, ഇതിനപ്പുറം ഇവരെന്നോട് ചെയ്താലും എന്നെ വിളിച്ചവൻ വിശ്വസ്തന, അത് നിവർത്തിപ്പാൻ. അല്ലേ? ആ ഒരു മനോഭാവം തൊടാതെ പോകാനൊക്കത്തില്ല. സ്തോത്രം. യോസേഫ് ആമേൻ സ്തോത്രം പറഞ്ഞു, എന്താ ഞാൻ എനിക്ക് ഒരു പ്രശ്നമില്ല, ഇനി അവരെന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമല്ല, എന്നെ തല്ലിയാലും എനിക്ക് പ്രശ്നമല്ല. അപ്പം പറഞ്ഞതല്ലേ ഞാൻ അനുസരിച്ചോളാം.
അങ്ങനെ വിധേയപ്പെടുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ദൈവവചനം പറഞ്ഞതല്ലേ, അപ്പനൊന്ന് പറഞ്ഞതല്ലേ, അമ്മയൊന്ന് പറഞ്ഞതല്ലേ, പരിശുദ്ധാത്മാവ് ഒന്ന് ഇടപെട്ടതല്ലേ, വചനം എന്നോട് സംസാരിച്ചതല്ലേ, അമ്മേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ആത്മാവ് എന്നോട് ഇടപെട്ടതല്ലേ. അതിന് ഞാനാണ് ക്ഷമ പറയേണ്ടതെങ്കിൽ ആമേൻ, ഞാൻ വലിപ്പം കാണിക്കുന്നില്ല, അത് ഞാൻ പറയുന്നതാണ് എനിക്ക് ഉചിതം. ആമേൻ. അല്ലൊന്ന് കാല് പിടിക്കേണ്ടതാണെങ്കിൽ ആമേൻ, ദൈവാത്മാവ് ഇടപെട്ടതല്ലേ, ആമേൻ, ഒന്ന് പിടിക്കുന്നതാ ഉചിതം. അങ്ങനെ ദൈവസന്നിധിയിൽ ആമേൻ വിധേയപ്പെടുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എങ്കിൽ നിങ്ങളോടൊരു ദൂത് ഞാൻ കൈമാറാം. ആരെല്ലാം നിങ്ങളെ അടിച്ചമർത്താൻ പരിശ്രമിച്ചാലും നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എൻ്റെ ദൈവം നിന്നോടൊപ്പം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യോസേഫ് പോയതെല്ലാം പ്രതിസന്ധികളിലൂടെ അല്ലേ. ഇനി ചെന്നുപെട്ടതോ അല്ലേ, ചെന്ന് പെട്ടയിടം അത്ര മോശമൊന്നുമല്ല അല്ലേ, ഒരു ഇടക്കാല ആശ്വാസത്തിനൊക്കെ പറ്റിയ ഇടം ആണ്. നമ്മൾ പിന്നെ മിസ്രൈമിനെ കണ്ടുവിടാത്തതുകൊണ്ട് സ്തോത്രം, നമ്മൾ അവരെ കുറിച്ച് അങ്ങ് വൾഗറായിട്ടൊക്കെ പറയുന്നേ ഉള്ളൂ. തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് എത്തിയേ അല്ല. ഇനി യോസേഫിനെ സംബന്ധിച്ചിടത്തോളം യോസേഫ് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ യോസേഫിനെ ഇപ്പം ഇഷ്ടപ്പെട്ടും കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഏതെല്ലാം അടിമകൾക്ക് കുറവ് വന്നാലും ഏതെല്ലാം ദാസന്മാർക്ക് കുറവ് വന്നാലും യോസേഫിനൊരു കുറവും നമ്മൾ എന്തിക്കും? വീട്ടിൽ നിന്നപ്പോഴേ സമാധാന സ്വസ്ഥതയും ഒരു ആശ്വാസവും ഇല്ല. ഇവിടെ ഇനി വേറൊരാളിനെ ദൈവമാണ് ഒരു പക്ഷെ കരുതിയതെന്ന് ചിന്തിക്കുന്നത് തെറ്റുണ്ടോ? പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? യോസേഫ് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ദർശനവും തീർന്നനെ, വാഗ്ദത്വവും തകർന്നനെ, വെളിപ്പാടും പോയനെ, ജീവിതമേ പാഴായനെ. എല്ലാ കാക്കയും ദൈവം അല്ലെന്നേ ഒരുക്കുന്നേ. എല്ലാ വെള്ളവും കുടിക്കാൻ തരുന്ന ദൈവമല്ല. ആമേൻ, സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ അനുഗ്രഹവും ദൈവം തരുന്നതല്ല. ആമേൻ. ഇതിനെ തിരിച്ചറിയുന്നതാണ് ദൈവകൃപ. ഇതിനെ തിരിച്ചറിയുന്നവർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നവർക്കാണ് ജയിക്കാൻ പറ്റുന്നത്. ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നവർക്കാണ് പിശാചിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്നത്. അത് തിരിച്ചറിയുന്നവർക്കാണ് ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ കഴിയുന്നത്. അതവന് തിരിച്ചറിയാൻ പറ്റി. ഇച്ചിരി കണ്ണടച്ചൊക്കെ ഒന്ന് കാണിച്ച് ഒരല്പം അയവൊക്കെ വരുത്തിയെങ്കിൽ വീട്ടിൽ കിട്ടാത്ത സ്വസ്ഥതയും സമാധാനവും ആശ്വാസമൊക്കെ എവിടെ കിട്ടിയനെ? അവിടെ കിട്ടുമായിരുന്നു. ഒരു ഇടക്കാല ആശ്വാസം എന്ന രീതിയിലെങ്കിലും ജീവിക്കാമായിരുന്നു. പക്ഷേ ആ ദർശനത്തെ മുന്നിൽ കണ്ടപ്പോ അല്ല, ദർശനം നൽകിയ ദൈവത്തെ മുന്നിൽ കണ്ടപ്പോ ആമേൻ, യോസേഫിന് മനസ്സിലായി ഇത് പിശാചിന്റെ പദ്ധതിയാ. എന്നെ എൻ്റെ ദൈവത്തെ തമ്മിൽ അടുപ്പിക്കാൻ, എന്നെ എൻ്റെ ദൈവത്തെ തമ്മിൽ പിണക്കമുണ്ടാക്കാൻ, എന്നെ എൻ്റെ എൻ്റെ മേലുള്ള ദൈവകൃപയെ നഷ്ടപ്പെടുത്താൻ, എൻ്റെ മേലുള്ള വിശുദ്ധിയെ തകർക്കാൻ, ആമേൻ, എൻ്റെ ദർശനത്തിൽ ഞാൻ എത്താതിരിക്കാൻ, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എൻ്റെ കാൽച്ചുവട് വെക്കാതിരിക്കാൻ ഇത് മറ്റവൻ ഒരുക്കിയതായെന്ന് തിരിച്ചറിഞ്ഞ യോസേഫിന്റെ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടം, ആമേൻ, സ്തോത്രം. ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ നടപ്പിലാകും. പക്ഷേ ദൈവം നിർണയിച്ചതുപോലെ നിവർത്തിയാകും. പക്ഷേ ആ നിവർത്തീകരണത്തിന് തൊട്ടു മുൻപ് ചില വേദനകളിലൂടെ, ചില സങ്കടങ്ങളിലൂടെ, ചില കണ്ണുനീരിൻ്റെ താഴ്വരകളിലൂടെ, ചില ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ, അതല്ലേ ദാവീദ് പറഞ്ഞത്, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുകയാ, രാത്രി
രാത്രിയിൽ ഞാൻ എൻ്റെ കട്ടിലിനെ കണ്ണുനീര് കൊണ്ട് നനച്ചുകൊണ്ടിരിക്കുകയാ. ആമേൻ. എൻ്റെ കണ്ണുനീര് കൊണ്ട് വന്നവനും എൻ്റെ വെള്ളം കുടിച്ചവനും എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതിരാൽ ഉയർത്തിയിരിക്കുന്നു. അങ്ങനല്ലേ ദാവീദ് പറഞ്ഞേ? സ്തോത്രം. എന്നാലും ദാവീദിന് അറിയാമായിരുന്നു, എന്നെ രാജാവാക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ മാനിക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ ഈ പൊസിഷനിൽ കൊണ്ടുവരാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ ദൈവം കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ, ആ കയ്യെ മടക്കാൻ, ആ പ്രവർത്തിക്കായി നീട്ടിയ ഭുജത്തെ മടക്കാൻ കഴിയുന്ന ഒരുത്തനും ഇവിടെ ഇല്ലെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസേഫിന്റെ ചരിത്രം ഒത്തിരി പറയാൻ നിൽക്കുന്നില്ല. സ്തോത്രം. എന്തെല്ലാം ഭാരങ്ങളിലൂടെ, വേദനകളിലൂടെ, അല്ലേ? അവസാനം ജയിലർ വരെ ചെന്നെത്തി. പിശാച് ഒത്തിരി കാര്യങ്ങൾ അന്നേരം അവനോട് സംസാരിച്ചു. ഇടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് രാജാവിനെ പോലെ ഇവിടെ കഴിയാമായിരുന്നു. നിന്നെ പോലൊരു മണ്ടൻ അല്ലോ. ഭയങ്കരമായിട്ട് ഇടപെട്ടുകളയും പിശാച്. ആമേൻ. സ്തോത്രം. ചിലപ്പോൾ ദൈവം സംസാരിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അത്ര വശീകരണമുള്ളവനവൻ, അല്ലേ? അതുകൊണ്ടാണ് ആമേൻ പൗലോസ് പറഞ്ഞത് കൊരിന്ത്യ സഭയോട്, സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്. ഓ, ആ പദം ഒരു വല്ലാത്ത പദമാ. അവിടുത്തെ പശ്ചാത്തലവും കൂടെ പഠിച്ചാൽ അത് വേറെ ലെവലാണ്. ആ ഭാഗം ഞാൻ വിടുകയാ. അപ്പോൾ ഭയങ്കരമായിട്ട് പിശാച് വിട്ടുകളയും. നിനക്ക് എന്തോ ഒരു സുഖമായിരുന്നു, നീ എന്തിനാ ഈ മണ്ടത്തരം കാണിച്ചേ? നമ്മളാണെങ്കിലും മനസ്സൊക്കെ ഒന്ന് ആടിയനല്ലേ. ഒരാട്ടവും ഒരു കുലുക്കവും ആമേൻ യോസേഫിന് സംഭവിച്ചില്ല. യോസേഫിനറിയാം, ഒരു പൊട്ടക്കിണർ താണ്ടി, കല്ലേറ് താണ്ടി ഞാൻ മരിച്ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞ, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, വന്യമൃഗങ്ങൾ എന്നെ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ നിലയിൽ എൻ്റെ സഹോദരന്മാർ വരെ എനിക്കെതിരായെങ്കിൽ, അവിടെ നിന്നൊക്കെ എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചെങ്കിൽ, അല്പ ദിവസത്തെ കഷ്ടത കൂടെ, അല്പ ദിവസത്തെ ഭാരം കൂടെ, അല്പ ദിവസത്തെ ചില കാരാഗ്രഹ അനുഭവം കൂടെ എൻ്റെ ദൈവം അനുവദിച്ചതാ. അതുകൊണ്ട് യോസേഫിന് അറിയാമായിരുന്നു, എത്ര ഇവരെന്നെ അടച്ചാലും ഇതിനകത്ത് നിന്ന് എന്നെ ഒരു ദിവസം പുറത്തിറക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല. അവൻ യേശു വാക്കുമാറുകില്ല. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാ കുഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് മാറാൻ പാസ്റ്ററല്ല. ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റി പറയാൻ പ്രവാചകൻ നോർമൽ പ്രവാചകനും അല്ല. ഇടയ്ക്കിടയ്ക്ക് വാക്ക് പറയാൻ നമ്മിൽ ഒരാളല്ല. നമ്മളങ്ങനെ പലതൊക്കെ എത്രയോ മാറ്റി പറഞ്ഞിരിക്കുന്നു, അല്ലേ? നമ്മൾ സാഹചര്യത്തിനൊത്തിടപെടും. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, നമ്മൾ ഈ സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭം അനുസരിച്ചൊക്കെ സ്തോത്രം സംസാരിക്കുന്നതിനനുസരിച്ച് ദൈവം ആ നിലയിൽ ഇടപെട്ടിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. ഒറ്റ പൊന്നി, ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞ ഉവ്വ ഏതാ? നമ്മൾ വയ്ക്കുന്ന അല്ല, അത് വേറെ ഉവ്വ. ആ ഊവിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്, നിനക്ക് വച്ചിട്ടുണ്ടെന്നും ഉണ്ട്. ആ ഉവല്ല ദൈവം പറഞ്ഞതാ. അവൻ അൽഫായി ഒമേഗയാ, അവൻ ആദ്യം അന്ത്യനാ. അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊരു പ്രവാചകൻ ചെന്ന് പറയാം, കർത്താവേ അത് സാധിച്ചു കൊടുക്കല്ലേ, എന്നെ തെറി വിളിച്ചവനാ എന്ന് പറഞ്ഞ പോടാന്ന് അവനോട് ദൈവം പറയും. എന്നാലും നീ ക്രമപ്പെട്ടു വന്നാൽ നിന്നോട് പറഞ്ഞത് നിന്നോട് തന്നെ നിവർത്തിക്കും. ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടിയവർ ആമേൻ പറ.
Praise the Lord. Praise the Lord. അവൻ പറഞ്ഞതിൽ നിന്ന് അവൻ വ്യതിചലിക്കുന്ന ദൈവമല്ല. വ്യാജം പറയാൻ അവൻ മനുഷ്യനോ മനുഷ്യപുത്രനോ അല്ല. ദൈവം പറഞ്ഞത് ഇതുവരെ നടന്നിട്ടില്ല. പല വാഗ്ദത്തങ്ങളും ഇനി നടക്കാനുണ്ട്, പല വിടുതലുകളും നടക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ പറയുന്നു. നിന്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ജീവനോടിരുന്ന് കാണത്തക്കവണ്ണം അത് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ആത്മശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് ചലിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നിന്നെക്കുറിച്ച് മോശം സംസാരിക്കുന്നവർ മോശം സംസാരിക്കട്ടെ. അവരെ വഴിക്ക് വിട്. അവരുടെ വഴിക്ക് നിങ്ങൾ പോകണ്ട. അവരെ പുറകെ പോകാനല്ല നിങ്ങളെ ദൈവം വിളിച്ചത്, ദൈവത്തിൻ്റെ പുറകെ പോകാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ആമേൻ ആമേൻ. കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞേ, ഈ നിങ്ങൾ എന്നെ അനുഗമിക്ക്. സ്തോത്രം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പാടില്ലാത്ത പലതും നടക്കും. ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് വരെ പലതുമൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടെന്ന് വന്നേക്കാം. അതിനൊന്നും ചെവി കൊടുക്കാതെ ഞാൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് വാ, ഞാൻ എന്ത് പറയുന്നു അത് പറയാൻ നോക്ക്, ഞാൻ എന്ത് സംസാരിക്കുന്നു അത് സംസാരിക്കാൻ നോക്ക്, ഞാൻ എന്തിനെ നോക്കുന്നു അതിനെ നോക്കാൻ നോക്ക്. നിങ്ങൾ എന്നെ അനുഗമിക്ക. അതല്ലേ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഒരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെ നടപ്പിലാക്കാൻ ദൈവം കൈനീട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ മടക്കി മറ്റൊരു റൂട്ടിലൂടെ കാര്യം സാധിക്കാൻ ആർക്കും പറ്റത്തില്ല. അതിന് ദൈവം സമ്മതിക്കത്തില്ല. ദൈവം വിചാരിച്ചത് അത് അതുപോലെ നടക്കും. ഒന്ന് വായിച്ചേ, മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. ഒന്ന് നോക്കിയേ, അവൻ ഇവിടെ ഇല്ല, യേശു അവിടെ ഇല്ല. ഇല്ല. അടുത്ത പദം ഒന്ന് ശ്രദ്ധിച്ചേ. താൻ വായിച്ച കുറിവാക്കിയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. തന്നെ കുറിച്ച് തൻ്റെ പിതാവ് വിചാരിച്ചതുപോലെ, തന്നെ അയച്ചവൻ വിചാരിച്ചതുപോലെ, തന്നെ അയച്ചവൻ നിർണയിച്ചതുപോലെ ചുടപരവന ഹംദൽ ഖമന ഘടകരഗജന അർത്ഥൽ പ്രൗഢമന ഘടകരക്ഷസിയ. ദൈവം ചില കുടുംബങ്ങളുടെ മേൽ വിടുതലയക്കാൻ നിർണയിച്ചതിനെ, ചില തലമുറകളുടെ മേൽ ദൈവം വിടുതലയക്കാൻ നിർണയിച്ചതിനെ, ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങളിലേക്ക് ചിലരിനെ കൈപിടിച്ച് ദൈവം അവൻ കൊണ്ടെത്തിക്കാൻ നിർണയിച്ചതിനെ ആ നിർണയത്തിലേക്ക് എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന മാനുഷികവും പൈശാചികവുമായ ശക്തിയുടെ മേൽ ഇന്ന് രാത്രി ജയം തരുന്ന രാത്രിക്കായി, സ്വർഗം ജയം തരുന്ന രാത്രിക്കായി, പരിശുദ്ധാത്മാവ് ജയം തരുന്ന രാത്രിക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയോ. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. നിങ്ങൾ നോക്കി യേശു അവിടെ ഉണ്ടോന്ന്. നിങ്ങളിതിൻ്റെ 62-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു വേഗത്തിൽ. 27-ന്റെ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. ഭയങ്കര ഓർമ്മശക്തിയുള്ളവന്മാരാ. പ്രാർത്ഥിക്കുന്ന നമ്മളെക്കാൾ ഓർമ്മ അവർക്കുണ്ട്. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ കേട്ടത് നിങ്ങൾ മറന്നാലും നിന്റെ അടുത്തിരിക്കുന്ന ശത്രു ഇതുവരെയും മറന്നിട്ടില്ല.
നിങ്ങൾ മറന്നെന്നുള്ള സത്യ. നിങ്ങളത് പ്രാർത്ഥിച്ച് മടുത്തതുകൊണ്ട് നിങ്ങൾ നിർത്തിയെന്നുള്ളത് സത്യ. ഇപ്പോഴും മറ്റവർ പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവമേ അത്രയാണ്ടെന്നും അങ്ങ് അനുഗ്രഹിച്ചേക്കരുതേ. അവർ മറന്നിട്ടില്ല. ഏത് നിങ്ങൾക്കുള്ളത് നിങ്ങൾ കേട്ടു, പക്ഷെ അടുത്തിരുന്നവനും അത് കേട്ടു. നിങ്ങളത് മറന്നു നിങ്ങൾക്കുള്ളത്, പക്ഷെ നിങ്ങൾക്കുള്ള ദൂത് അടുത്തിരുന്നവൻ ഇതുവരെ മറന്നിട്ടില്ല. ആ മർമ്മം വലിയത്. ഞാൻ അഭാമിടുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ആ ചതിയൻ ഇപ്പൊ യേശു ജീവനോടുണ്ടോ? യേശുവിന് അങ്ങനെ ഒരു പേര് വിളിക്കുമ്പോൾ യേശു ജീവനോടുണ്ടോ? ഉണ്ടോ? നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ പഴയ ആളുകൾ പറയും, ചത്താലും ഞാൻ ഇവനെ. സ്തോത്രം. അങ്ങനെയുള്ള വൈരാഗ്യമില്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ കൈകളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. ചിലതൊന്നും പൊങ്ങിയിട്ടില്ല. ആമേൻ. കർത്താവ് മരിച്ചു ഓൾറെഡി. എന്നിട്ടും പറയാം, ആ ചതിയൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചെന്നൊരു തെളിവ് അവന്മാർ തന്നെ പറയുന്നു. ജീവനോടിരിക്കുമ്പം ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾക്ക് ജ്ഞാപകത്തിൽ ഓർമ്മയിൽ വരികയാണ്. എന്താ പറഞ്ഞെന്നറിയോ? എടാ, നീയൊക്കെ എന്നെ എങ്ങനെയൊക്കെ ക്രൂശിച്ചാലും, ആണി അടിച്ചാലും, ആമേൻ സ്തോത്രം, കുരിശിൽ തറച്ചാലും, കല്ലറയിൽ വെച്ചാലും, ഒരു കാര്യം എന്നെ അയച്ചവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിന്നെ ഏതൊക്കെ നിലയിൽ ചെറിയ മന്ത്രവാദിയിലെടുത്തായാലും, വലിയ മന്ത്രവാദിയിലെടുത്തായാലും, ചെറിയ ആഭിചാരക്കാരൻ്റെ എടുത്തായാലും, വലിയ ആഭിചാരം ചെയ്യുന്നവനെടുത്തായാലും, ചെറിയ പൂജാരിനെടുത്തായാലും, വലിയ പൂജാരിയുടെ അടുത്തായാലും, എവിടെ കൊണ്ടുപോയി നിന്നെ തകർക്കാൻ നിന്റെ പേരെഴുതി വെച്ച് ശത്രു പദ്ധതിയിട്ടാലും അതിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരം ഈ രാത്രി അത് ചലിക്കട്ടെ. ഈ രാത്രി അത് ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. കരങ്ങളടിച്ച് ആത്മാവിലൊന്ന് ആരാധിച്ച്, അന്യഭാഷകളിൽ ആരാധിച്ച്, ആത്മനിറവിൽ ആരാധിച്ച്, ഇന്ന് രാത്രി ഒരു വലിയ വിടുതൽ in Jesus name. ചുരബല ശബരബല. ലാസറിനെ ഉയർപ്പിക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് അത് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ വിശ്വാസം ഏത് നിലയിലാണെങ്കിലും കർത്താവ് അവനെ ഉയർപ്പിക്കുക തന്നെ ചെയ്യും. അത് 1-ാം ദിവസമായാലും, 2-ാം ദിവസമായാലും, 3-ാം ദിവസമായാലും, 4-ാം ദിവസമായാലും. ഇനി നാറ്റം വച്ചെന്ന് പറഞ്ഞാലും, ഒരു പക്ഷെ വീട്ടിലുള്ളവർ ഇനി വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞാലും, നിങ്ങൾ ദുരുപദേശമാണെന്ന് പറഞ്ഞേക്കരുത്. സ്തോത്രം. ഇനി അഥവാ വീട്ടിലുള്ള സഹോദരിമാർ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞാലും, ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവ് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അടുത്തിരിക്കുന്നവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും, സഭയുടെ പാസ് പ്രാർത്ഥിച്ചില്ലെങ്കിലും, വിശ്വാസികൾ പാസ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും, ദൈവം നിങ്ങളെ വിടുവിക്കാമെന്ന് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കർത്താവ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ അവൻ ചെയ്യാൻ. അല്ലേ? സഹോദരിമാരും അങ്ങനെയല്ലേ വന്ന് പറഞ്ഞേ, കർത്താവ് നീ ഉണ്ടായിരുന്നെങ്കിൽ ആമേൻ. ഇപ്പൊ കർത്താവ് ഉള്ളിടത്ത് മരണം നടക്കത്തില്ലേ? അല്ലേ? അങ്ങനെയും കൂടെ ഒരു ആശയം ചിന്തിക്കണ്ടേ? ചിന്തിക്കുന്നേ തെറ്റില്ലല്ലോ. അപ്പോൾ കർത്താവ് ഇല്ലാഞ്ഞിട്ടാണോ ഇന്നലെ നമ്മുടെ വീട്ടിൽ പലരും മരണപ്പെട്ട്? ദൈവം ഒരുത്തനെ വിളിക്കാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം ഉണ്ടെങ്കിലും ശരി, തമ്പുരാൻ ഇല്ലെങ്കിലും ശരി, എടുക്കേണ്ട സമയത്ത് എടുക്കും. അല്ലേ? ഇനി ഒരുത്തനെ അങ്ങനെ എടുത്തെന്നിരിക്കട്ടെ,
ഒന്നുകൂടെ അവന് ജീവൻ മടക്കി കൊടുക്കാൻ അവൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിലും വിശ്വസിക്കാത്തവർ ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് ചെയ്തിരിക്കും. അല്ലേ? ഇപ്പൊ അവർക്ക് എന്താ പറയാനുള്ള? കർത്താവേ, ഇപ്പൊ ഇച്ചിരി നാറ്റമൊക്കെ വെച്ച് തുടങ്ങി. ഒരല്പം മുൻപ്, അല്ലേ, ഒരു 3 വർഷത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ഇന്ന് ഞങ്ങൾ ജീവനോടെ, അല്ലേ? സ്തോത്രം. കർത്താവിന് പറയാനുള്ളത്, ഇന്ന് അവൻ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് അവൻ നിങ്ങളുടെ കയ്യിൽ അവൻ ഉണ്ടായിരുന്നല്ലോ, ഇച്ചിരി രോഗത്തോടെ, ഇച്ചിരി ഭാരത്തോടെ, ശരീരത്തിൻ്റെ ബലഹീനതയോടെ, ക്ഷീണത്തോടെ. പക്ഷെ ഇനി ഞാൻ തിരിച്ചു തരാൻ പോകുന്നു. അത് ബലഹീനതയോടെ അല്ല, അത് രോഗത്തോടെ അല്ല, അത് ക്ഷീണത്തോടെ അല്ല. എങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. ചിലത് ദൈവം നഷ്ടപ്പെടുത്തിയതാ. അത് എന്തിനെന്നറിയോ? അതേ അളവിൽ തിരിച്ചു തരാനല്ല, അതിനേക്കാൾ മെച്ചമായ നിലയിൽ, അതിനേക്കാൾ മെച്ചമായ നിലയിൽ നഷ്ടപ്പെട്ടു പോയതിന് മടക്കി തരാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. ജീസസ്. വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിക്കട്ടെ, വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ലാസറിനൊരു മടങ്ങി വരവുണ്ട്. അത് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുക. അത് ഈ രോഗമുള്ള ശരീരത്തോടെ അല്ല, ബലഹീനതയോടെ അല്ല. നമ്മൾക്ക് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അത് മറ്റൊരു തേജസ്സിൻ്റെ ശരീരമായിട്ടാണ്. പക്ഷെ ഇത് അതേ ഭൗതിക ശരീരത്തോടെ തന്നെയാണ് പുള്ളി ഉയർത്തെഴുന്നേറ്റ് വരുന്നത്, അല്ലേ? പക്ഷെ എന്നാലും ആ പഴയ ബലഹീനതയോടെ അല്ല, ആ പഴയ ദീനത്തോടെ അല്ല. അങ്ങനെയെങ്കിൽ ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ഈ രാത്രി ഈ യോഗം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വന്ന ബലഹീനതയോടെയല്ല, കൊണ്ടുവന്ന രോഗത്തോടെയല്ല, കൊണ്ടുവന്ന പ്രശ്നത്തോടെയല്ല, കൊണ്ടുവന്ന ക്ഷീണത്തോടെയല്ല, ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, ജീവനോടെ, പുത്തൻ ശക്തിയോടെ. യെസ് 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 യെസ്. അത് വിശ്വസിക്കുന്നവരൊന്ന് പ്രതികരിക്കാം. അത് വിശ്വസിക്കുന്നവരൊന്ന് പ്രതികരിക്കാം. ജീസസ് നെയിം, ജീസസ് നെയിം. ശബരബലരഗദരഗ ശംബരാദര. ഒരു ദേശം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വന്നതുപോലെ മടക്കി അയക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയില്ല. വന്നതുപോലെ മടക്കി അയക്കാൻ ദൈവത്തിന് പദ്ധതിയില്ല. ഇന്ന് രാത്രി നിങ്ങളെ വിടുതലോടെ പറഞ്ഞയക്കാൻ, സൗഖ്യത്തോടെ പറഞ്ഞയക്കാൻ, മരണത്തിൻ്റെ കെട്ടുകളെ അഴിച്ച്, മരണത്തിൻ്റെ പാശങ്ങളെ അഴിച്ച്, ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളെ അഴിച്ച്, നാളുകളായി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പിന്തുടരുന്ന ചില സാത്താന്യ ആധിപത്യങ്ങളെ അഴിച്ച് ഇന്ന് രാത്രി ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, വിടുതലോടെ, ജയത്തോടെ, സന്തോഷത്തോടെ Jesus. നാലു നാളായാലും നാറ്റം വമിച്ചാലും
കല്ലറ മുൻപിൽ 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് ഒരാളിൻ്റെ മരണ ദിവസം അടക്ക ശുശ്രൂഷ സമയത്ത് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ വീടുകളിലൊക്കെ അല്ലേ, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ഞങ്ങളിവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ സംഘത്തോടെ വരുന്ന ആളുകളുണ്ട്. ഈ സെല്ലാറിലൊക്കെ വെച്ചാൽ പിന്നെ ആരും വന്ന് കാണാനല്ലേ, അങ്ങനെ ആരും അങ്ങോട്ട് പോകത്തില്ല. പക്ഷെ തിരുവനന്തപുരം ഒരു സ്റ്റൈലുണ്ട്, അറിയാമല്ലോ. അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളവർ അവരവരുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടുന്നൊരു പതിവ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വീടുകളിലാണ് അത്തരത്തിലുള്ളൊരു കാര്യമൊക്കെ സംഭവിച്ചാൽ ആളുകളൊക്കെ എന്ത് ചെയ്യും? കല്ലറ എന്ന് ഒരു ഫോർമാലിറ്റി, ഇവിടുത്തെ ഒരു നാട്ടടപ്പാണ്. ഏതാ കാണാൻ പറ്റുമോ? നല്ല സൂപ്പർ ഗ്രാനൈറ്റ് വരെ ഇട്ട് വെച്ചേക്കുക. ഇനി എന്തോ കാണാനാ അല്ലേ? ഇനി ഉയർപ്പിക്കാൻ പറ്റുമോ? പക്ഷെ കർത്താവ് വെറുതെ പോകത്തില്ല കല്ലറയിൽ. മനസ്സിലായില്ല? കർത്താവ് ലാസറിനെ എങ്ങനെ വെച്ചൊന്നും മൂക്കി പഞ്ഞു വെച്ചോ, കയ്യെ കെട്ടിയോ, കാലെ കെട്ടിയോ, കെട്ടിയ കാമേൻ കെട്ടല്ല, അഴിച്ചേച്ചാണോ വെട്ടിക്കകത്ത് വെച്ചേക്കുന്നത് എന്ന് നോക്കാനല്ല കർത്താവ് പോകുന്നത്. എത്ര കെട്ടുണ്ടെങ്കിലും അതിനെ അഴിച്ച് അവനിൽ നിന്ന് വിട്ടുപോയ ആത്മാവിനെ തിരിച്ച് വിളിച്ചിറക്കി അവനെ ജീവിപ്പിക്കാനാവും പോയത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഉയർക്കത്തില്ലെന്ന്, ഇനി വിടുതലില്ലെന്ന്, ഇനി നന്മയില്ലെന്ന്, ഇനി ഒരു വാഗ്ദത്തം നിനക്കില്ലെന്ന്, ഇനി നിന്റെ തലമുറയ്ക്കും നിനക്കൊരു അഭിവൃദ്ധിയില്ലെന്ന് ശത്രു പറഞ്ഞ് അവൻ ആവിചാരം ചെയ്ത് മന്ത്രവാദം ചെയ്ത് നിന്നെ ചാവട്ടി താഴ്ത്തി അങ്ങേയറ്റം നിന്നെ വച്ചിരിക്കുന്നെങ്കിലും അവിടേക്ക് ഇറങ്ങി വന്ന് ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവകൃപയുടെ ചലനം ഈ ദൈവസഭയുടെ മേൽ ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആരാധിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് പുറത്തു വരട്ടെ. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, വിടുതലോടെ, ദൈവ പ്രവൃത്തിയോടെ. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് എന്തെല്ലാം ആളുകൾ പറഞ്ഞാണ് ഈ വന്നു പോയവർ. അന്നേ പറഞ്ഞ് യേശു ഒന്നും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പുറകെ പോയില്ലേ. അന്നേ പറഞ്ഞ് പള്ളി വിട്ട് അന്നേ പറഞ്ഞ് നമ്മൾ പഠിച്ചൊരു പാരമ്പര്യമുണ്ട്, നമ്മൾ വായിച്ചു വന്നൊന്ന് സ്തോത്രം കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടേതായ ചില നിലപാടുകളുണ്ട്. ഇതൊന്നും വിട്ടുപോലെന്ന് ഞാൻ അന്നേ. ഇച്ചിരി പ്രാർത്ഥനയും കൂടെ കുറഞ്ഞിരിക്കുന്ന സമയത്താണിത് പിശാച് പറയുന്നതെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ വന്നിട്ട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, അവരിന്നത് പറഞ്ഞിടേ, ശരിയാ, ഒരു പരിധി വരെ നീ ചത്തിട്ടുമില്ല, ശരിക്കും ജീവിച്ചിട്ടുമില്ല, കർത്താവിനൊട്ടും അറിഞ്ഞിട്ടുമില്ല. കാരണം അങ്ങനെയുള്ളവരാരും ഇത് പറയല്ല. ആമേൻ. നമ്മളൊക്കെ പലതും വിട്ടിറങ്ങി വന്നതുകൊണ്ടാ, അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നടക്കുന്ന പരുവൊക്കെ ആയെങ്കിലും ജീവനോടെ ഇരിക്കുന്നത് അത് പലതും വിട്ടതുകൊണ്ടാ. കൊച്ചുമക്കളെ കണ്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ. സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് മുമ്പേ പോയ എത്ര പേരുണ്ട്? മക്കളെയും കണ്ട് അവരുടെ സ്തോത്രം നല്ല ഭാവിയും കാണാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ പലതും വിട്ടിറങ്ങിയതുകൊണ്ടാ. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയവരും ആക്ഷേപിച്ചവരും അടച്ചാക്ഷേപിച്ചവരും സ്തോത്രം ആശ്വസിപ്പിക്കാൻ പരിശ്രമിച്ചവരൊക്കെ അവിടെ ഉണ്ട്. ആർക്കും ആശ്വാസമൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ആരുടെ ആശ്വാസ വാക്കുകൾക്ക് ആശ്വാസം കണ്ടെത്താനും അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് വന്ന് കല്ലറയിൽ നോക്കി അല്ലേ, ലാസറിനെ വിളിക്കുകയാ. ഇന്ന് രാത്രി ചിലതിനെ കർത്താവ് വിളിക്കാൻ പോവാ. ആമേൻ. പൾസ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി ചിലതിനെ ജീവനിലേക്ക് മടക്കി വിളിക്കാൻ പോവാ.
ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും എഴുന്നേൽക്കാൻ മേലാതെ കട്ടിലിൽ കിടരോഗിയായി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കട്ടിൽ വിട്ട് എഴുന്നേൽക്കാൻ കർത്താവ് ചിലതിനോട് കൽപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ഈ രാത്രി വചനം ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനകത്ത് നിന്ന് ആത്മാവ് നിന്നെ വിളിച്ച് വിടുവിച്ച് പുറത്തെടുക്കുന്ന രാത്രിയാ. ചില രോഗസൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ഈ രാത്രി ചില രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. വചനത്തിന്റെ ശക്തി പുറപ്പെടട്ടെ. അസ്ഥി മജ്ജകളെ തുളച്ചു കയറുവാൻ ശേഷിയുള്ള വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി സകല ജനത്തിന് അത് വ്യാപരിക്കുകയോ. ശബരവനരഗദരഗ ശബ്ദരാധര. ഹല്ലേലൂയ. സമയം മുന്നോട്ട് വന്നു. ലാസർ നാറ്റം വെച്ചവനായിട്ടൊന്നുമല്ല പുറത്തു വന്ന്. ആണോ? 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 അല്ല. എത്രയോ യോഗത്തിന് മുടന്തോടെ വന്നു, അതേ മുടന്തോടെ നമ്മൾ മടങ്ങിപ്പോയി. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഇതൊരു വലിയ ക്രൂസേഡൊന്നുമല്ല. പക്ഷെ ഞാൻ ഇന്ന് രാത്രി വന്നത് ഇന്ന വേദനയോടെയാണ്, ഇന്ന രോഗത്തോടെയാണ്, ഇന്ന പ്രയാസത്തോടെയാണ്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങുന്നത് മുടന്തനായിട്ടായിരിക്കില്ല, കാഴ്ച നഷ്ടപ്പെട്ടവനായിരിക്കില്ല, നാറ്റം വച്ചവനായിരിക്കത്തില്ല, സൗഖ്യമില്ലാത്തവനായിട്ടല്ല. സകല വിടുതലോടുകൂടെ, സകല ജയത്തോടുകൂടെ, സകല ദൈവത്തിന്റെ പ്രവൃത്തിയോടുകൂടെ ഇന്ന് രാത്രി എന്റെ അപ്പനെ ഇവിടെ നിന്ന് മടക്കി അയക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കാൻ അടുത്തൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കണ്ട. ഒരു വിടുതലിനും ദൈവപ്രവർത്തിക്കും വേണ്ടി അടുത്തൊരു പ്രവാചകന് വേണ്ടി കാത്തിരിക്കണ്ട. അടുത്ത യോഗത്തിന് വേണ്ടി കാത്തിരിക്കണ്ട. ഇന്ന് രാത്രി അത് ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിങ്ങളുടെ മേൽ. ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ, ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നതിന്, ഇന്ന് രാത്രി നടപ്പിലാക്കാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതിന് ആമേൻ നടപ്പിലാക്കാൻ ദൈവം കൈനീട്ടിട്ടുണ്ട് പ്രിയരെ. അതിനെ മടക്കാൻ ആർക്കും ഒക്കത്തില്ല. അത് സൗഖ്യമാണെങ്കിൽ സൗഖ്യം, മരണത്തിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ മരണത്തിൽ നിന്നുള്ള വിടുതൽ, അത് കടബാധ്യതയുടെ പരിഹാരമാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അവൻ ചതിയൻ ജീവനോടിരിക്കുമ്പോ അല്ലേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 3-ാം നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. എന്തിനാ ഇപ്പൊ ഓർത്തേ? നീയൊക്കെ കൊല്ലാൻ ആഗ്രഹിച്ചു, കൊന്നു അല്ലേ? ചെയ്യേണ്ടതെല്ലാം ആ ശരീരത്തിൽ ചെയ്തു. ഇനി എന്തോ ചെയ്യാനുള്ളത്? ആമേൻ. നിങ്ങൾ കുഴിച്ചിട്ടില്ല, ദൈവം വേറൊരുത്തനെ ഒരുക്കി, അയാൾ വന്ന് കുഴിച്ചിടുകയും ചെയ്തു. ഇനി എന്താ ബുദ്ധിമുട്ട്? തീർന്നില്ലേ വാസേ? എന്നിട്ട് ഇവന്മാർ പറയാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു പക്ഷേ തൊട്ട് താഴെ വെച്ചേ 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഈ വാർത്ത ആരും കേട്ടിട്ടുണ്ട്? ഞങ്ങളും കേട്ടിട്ടുണ്ട്, അവന്റെ ശിഷ്യന്മാരും കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് നിൽക്കുന്നില്ല കേട്ടോ. സ്തോത്രം. ആമേൻ. മോഷ്ടിച്ചിട്ട് പോയാലോ എന്ന് അവിടേക്ക് നിന്ന് അല്പം സംസാരിക്കേണ്ടത്. ഞാൻ അഭാം വിടുകയാ. അത്ര ഗതികേടൊന്നും ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവിന് വന്നിട്ടില്ലടോ. പ്രൈസ് ദി ലോർഡ്. അത് നീ പറഞ്ഞതേ ആമേൻ, സ്തോത്രം. ആമേൻ. ഇപ്പൊ കല്ലറയ്ക്കകത്തിരിക്കുന്നവന്റെ വലിപ്പം അറിയാതെ നീ പറഞ്ഞതാ.
സ്തോത്രം. അവൻ ആരെന്നുള്ള തിരിച്ചറിവില്ലാഞ്ഞിട്ട് പറഞ്ഞതാ. ആമേൻ. അവനെ ആരാധിക്കുന്ന ഞങ്ങൾക്കും അങ്ങനെ ഒന്നും മോഷ്ടിച്ച് പലതും എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. നീയൊക്കെ കാണത്തക്ക വണ്ണം തന്നെ അവൻ ചിലത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവൻ വിശ്വസ്തനാണ്. ഈ ലോകം ചിലതൊക്കെ അങ്ങനെ പറയുന്നു, ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല. അതുകൊണ്ട് മുൻപിലത്തേതിലും ചതി പിന്നത്തേതിൽ വരാതിരിക്കേണ്ടതിന് 3 നാളത്തേക്ക് അവന്റെ കല്ലറ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. അപ്പം ലോകം നിശ്ചയിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാലേ നമ്മൾ ഈ ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമുണ്ടോ? ആമേ ആമേ. അവരടച്ചെന്ന് പറഞ്ഞോ, അവർ കുഴിച്ചു കൂടിയെന്ന് പറഞ്ഞോ, അവർ ക്രൂശിച്ചെന്ന് പറഞ്ഞോ, അവർ തെറി വിളിച്ചെന്ന് പറഞ്ഞോ, അവർ നിന്നെ പല നിന്നെ അപമാനവും നിന്നയ്ക്കും നിന്നെ വിട്ടുകൊടുത്തെന്ന് പറഞ്ഞോ, അപമാനിച്ചെന്ന് പറഞ്ഞോ, തീരുന്നതാണോ നിന്റെ മേലുള്ള ദൈവകൃപ? അങ്ങനെ തീർക്കുന്നതാണോ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി? അങ്ങനെ നശിച്ചു പോകുന്നതാണോ? സ്തോത്രം. വായിച്ചേ. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിനെ മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ലോകം ചെയ്യേണ്ടത് ചെയ്യട്ടെ, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. മനസ്സിലായില്ല? പിശാച് ചെയ്യേണ്ടത് പിശാച് അങ്ങ് അറ്റം ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യട്ടെ. ആമേൻ. ആരാധിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ദൈവം തന്നെ ദൂതന്മാരെ ഇറക്കി അവൻ ചെയ്യിപ്പിച്ചോളും. അത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യമാണ്. ഇവിടെ ജീവനോട് ഇരിക്കാൻ അവൻ ഉയർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നീ ഏത് ഗവൺമെന്റിന്റെ ഇൻപീരിയൽ മുദ്ര കൊണ്ട് പതിപ്പിച്ചാലും അവൻ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉയർത്തിരിക്കും. ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഈ കല്ലിനെ കുറിച്ച് സ്തോത്രം അവരിടയ്ക്കൊരു കാര്യം പറഞ്ഞു, നമുക്ക് വേണ്ടി ഈ കല്ല് നീക്കും, ഉരുട്ടി മാറ്റും. കാരണം നമ്മൾ ഇച്ചിരി ദുർബലരാ. സഹോദരിമാർക്കുള്ള സന്ദേശമൊക്കെ അതിനകത്ത് ഒത്തിരി കിടപ്പുണ്ട്, അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചറിവുള്ളത് നല്ലതാണ്. നാക്കിലും വാക്കിലും പ്രവൃത്തിയിലും. നല്ലൊരു ആമേൻ പറഞ്ഞേ. ഇപ്പം നിങ്ങളുടെ സ്തോത്രം കുറയുമെന്ന് എനിക്കറിയാം. നല്ലൊരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. അപ്പം ആമേൻ. അവർ പറയാ, ഇത് നമുക്ക് വേണ്ടി ഇതാര്, നമുക്ക് വേണ്ടി ഇതാര്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ നടുവിൽ ഇതാര് പരിഹരിക്കും, ഇതാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും, ഇതാരിടപെട്ടാൽ ഈ പ്രശ്നം തീരും, ആമേൻ, ആരെ ഇടപെടുത്തിയാൽ കൊള്ളാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൻ്റെ നടുവിൽ വല്ലാതൊരു വിടുതലില്ലാതെ ആമേൻ ആരെ കൊണ്ടും ഇടപെടാൻ പറ്റാത്ത നിലകളിൽ പ്രതിസന്ധി ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവ് ഞാനൊരു ദൂത് പറയാ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്ന രാത്രിയാ. ഒന്നുകൂടെ കയറി പറയാ, ദൈവത്തിന്റെ ചില ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കുന്ന രാത്രിയാ. ആരുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ കല്ലിനെ സ്വർഗത്തിലെ ദൂതനെ കൊണ്ട് കല്ലുരുട്ടി നീക്കി. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ചെന്ന് കയറുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട ചില പ്രശ്നങ്ങളെ അല്ല കാണാൻ പോകുന്നത്, ചില ഇരുളുകളെ അല്ല കാണാൻ പോകുന്നത്, ചില തകർച്ചകളെ അല്ല കാണാൻ പോകുന്നത്, ചില പോരാട്ടങ്ങളെ അല്ല കാണാൻ പോകുന്നത്. ഈ രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കാല് വെക്കുമ്പോൾ ചില ദൈവപ്രവർത്തികൾ അവിടെ നടന്നതായിട്ട് ഇന്ന് രാത്രി ഞാൻ കാണുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ ഈ രാത്രി സ്തുതിക്കുകയാണ്. താഴോട്ട് വായിച്ച വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. മരിച്ചിട്ടില്ല, മരിച്ചവരെ പോലെയായി. സ്തോത്രം.
ആര് വന്നാലും എടുത്തോണ്ട് പോകാതിരിക്കാൻ ആമേൻ നിർത്തിയ കാവൽക്കാരാ ഇപ്പോൾ അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. സ്തോത്രം. സിംഹക്കൂട്ടി ആമേൻ കൂട്ടിനകത്ത് നിന്നെ ഇട്ടാലും ആമേൻ അതിൻ്റെ വാ അടയ്ക്കാൻ ദൈവം പറഞ്ഞതാ. നിന്നെ തുടരുതെന്ന് പറഞ്ഞാൽ തൊടത്തില്ല. അത് നിന്നെ തൊടത്തില്ലെന്ന് പറഞ്ഞ ആ ദൈവം പറഞ്ഞ തൊടത്തില്ല. നിനക്കെതിരെ വാ പിളർക്കരുതെന്ന് പറഞ്ഞാൽ അത് വാ പിളർക്കത്തില്ല. ഇന്ന് രാത്രി ആ വിശ്വാസങ്ങൾ എത്ര പേരുണ്ട്? ചിലതിനെയൊക്കെ നിശ്ചലമാക്കിക്കൊണ്ട് നിങ്ങളുടെ നന്മ കണ്ട് ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകി പോകത്തക്കവണ്ണം അവന്റെ കണ്ണിന്റെ മുന്നിൽ ചില വിടുതലുകൾ ഇന്ന് രാത്രി യേശുവിനെ കാണാനല്ലേ. പക്ഷെ ആ യേശുവിനെ ഇനി നിങ്ങൾ കല്ലറയിൽ കാണത്തില്ല. അടയ്ക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ കാണാനല്ലേ വന്നേ. പക്ഷെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഉയർത്തവനെയാണ്. തകർക്കപ്പെട്ട മണ്ഡലങ്ങളെയല്ല, പരാജയത്തിന്റെ മണ്ഡലങ്ങളെയല്ല, തോൽവിയുടെ മണ്ഡലങ്ങളെയല്ല, പിശാച് ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളെയല്ല. അതിനകത്ത് നിന്ന് ചില പുതിയ മുളകൾ പൊട്ടി പുറത്തു വരുന്നത് ആത്മാവിൽ കാണാൻ പോകുന്നവർ ചില പുതിയ വിടുതലുകൾ ഈ രാത്രി സംഭവിക്കട്ടെ. അത് ശുശ്രൂഷയുടെ മേൽ, അത് കുടുംബത്തിന്റെ, അത് തലമുറകളുടെ മേൽ. In the name of Jesus. അവൻ ഇവിടെ ഇല്ലെന്ന് പിന്നെ അവനെവിടെ? താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. താൻ പറഞ്ഞതുപോലെ. ഹെരോദാവ് പറഞ്ഞതുപോലല്ല, പടയാളികൾ പറഞ്ഞതുപോലല്ല, ദേശക്കാർ പറഞ്ഞതുപോലല്ല, പുരോഹിതന്മാർ പറഞ്ഞതുപോലല്ല, സദൂക്യരും ന്യായശാസ്ത്രജ്ഞരും പറഞ്ഞതുപോലല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നത് മന്ത്രവാദി പറഞ്ഞതുപോലല്ല, ക്ഷുദ്രക്കാര് പറഞ്ഞതുപോലല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്. യഹോവയുടെ ആലോചനയോ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? ആ തലകളൊന്ന് ദൈവസന്നിധിയിൽ വണക്കാമോ? ഇന്ന് രാത്രി കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു അത്ഭുതത്തിന് വേണ്ടി. ഉടപരവന ശബ്ദരാധര. ഇന്ന് രാത്രി ദേശക്കാര് പറഞ്ഞതുപോലല്ല പ്രിയരെ. ആമേ, നാട്ടുപ്രമാണി പറഞ്ഞതുപോലല്ല, വാർഡ് മെമ്പർ പറഞ്ഞതുപോലല്ല, ആമേ, മന്ത്രിമാർ പറഞ്ഞതുപോലല്ല, ആമേ, മറ്റൊരു മനുഷ്യനും പറഞ്ഞതുപോലല്ല. ഇന്ന് രാത്രി നിങ്ങളെ കുറിച്ച് തമ്പുരാൻ പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ, ആത്മാവ് ഇടപെട്ടതുപോലെ, പരിശുദ്ധാത്മാവ് സംസാരിച്ചതുപോലെ, അഭിഷക്തന്മാരിലൂടെ ദൈവം ഇടപെട്ടതുപോലെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഈ ജനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നു. നാളുകളായി, വർഷങ്ങളായി ഇവരെ നോക്കി, ഇവരുടെ തലമുറകളെ നോക്കി, കുടുംബങ്ങളെ നോക്കി, ബിസിനസ്സുകളെ നോക്കി, നന്മകളെ നോക്കി, ഉപജീവനങ്ങളെ നോക്കി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കി, കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കി പിശാച് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാ.
അതല്ല കർത്താവേ, ഇന്ന് രാത്രി ഇവരെക്കുറിച്ച് ആണ്ടുകൾക്ക് മുൻപ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഇവരെക്കുറിച്ച് അങ്ങ് നിർണയിച്ച ചില നിർണയങ്ങളുണ്ടല്ലോ. അത് ഈ 2025 കഴിഞ്ഞു പോകുന്നതിന് മുൻപ് ഇവരുടെ മേൽ ശത്രുക്കൾ കാണത്തക്കവണ്ണ്, പിശാച് കാണത്തക്കവണ്ണ്, ലൂസിഫർ കാണത്തക്കവണ്ണ്, ദേശാധിപതി കാണത്തക്കവണ്ണ്, പകച്ചവർ കാണത്തക്കവണ്ണ്, നിന്ദിച്ചവർ കാണത്തക്കവണ്ണ് അത് ചെയ്തെടുക്കാൻ പോകുന്ന ദിവസങ്ങൾക്ക് ഞാൻ അങ്ങേ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ, ചില ദൈവ പ്രവർത്തികൾ ഇവരുടെ കുടുംബങ്ങളുടെ മേൽ ഈ രാത്രി സംഭവിക്കട്ടെ. ആ കരങ്ങളെ അടിച്ചാത്മാവിൽ ദൈവത്തിൽ ഒന്ന് ആരാധിക്കൂ. Hallelujah. Praise the Lord. Shamana Gadguna Rabbi Shaida the Naribala Bauda Masandal Kamana Gadagasia. Udava Sandara de la Rigamana Gadagaba Shaida the Nadura de la Rigamana Hatuna Gadagasia. Udava Baba Sandara de la Rigamana Gadagasaida the Nadura de la Rigatazia. Hallelujah. Hallelujah. Yeshuvina Namadela. Udava Sandara Jalarigamana Gadagasia. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിനായി നമുക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മനുഷ്യരുടെ വിചാരങ്ങളെ മാറ്റി ദൈവത്തിന്റെ ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവം, ആ ദൈവത്തിനായി നമുക്ക് കരമുയർത്തി ആ ദൈവത്തിനായി സ്തോത്രം പറയാം. ഹല്ലേലൂയ. യോസേഫിനെ കുറിച്ച് മനുഷ്യരുടെ വിചാരങ്ങൾ ഒന്നായിരുന്നു, എന്നാൽ അത് മാറ്റി ദൈവം തന്റെ ആലോചന നടപ്പാക്കുവാനിടയായി. മരിച്ച ലാസറിനെ കുറിച്ച് മനുഷ്യരുടെ ആലോചന ഒന്നായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ വിചാരം മറ്റൊന്നായിരുന്നു. യേശുവിനെ കുറിച്ച് മനുഷ്യരുടെ വിചാരങ്ങൾ ഒന്നായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ ആലോചന മറ്റൊന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മക്കളെ, നാം വിചാരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ നമ്മെ കുറിച്ച്. ദൈവം തന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ഇന്ന് പകലും രാത്രിയിലും ശക്തമായി ദൈവം ഉപയോഗിപ്പാനിടയായല്ലോ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആലോചനകളല്ലല്ലോ, ഞങ്ങളുടെ വഴികളല്ലല്ലോ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമുക്ക് എല്ലാവർക്കും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നവരാണ്, എന്നാൽ നമ്മുടെ വിചാരപ്പെടലെല്ലാം മാറ്റിയിട്ട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മെ, നമ്മുടെ കുടുംബത്തെ, തലമുറകളെ, സഭയെ, ദേശത്തെ ദൈവം നടത്തണമേ എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിത വചന ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസനോടുള്ള നന്ദി സഭയുടെ പേരിൽ, എൻ്റെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ ജോസഫ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധമായ സുഖിതാന്തയമേ, നല്ല രാത്രി കാലത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനായിട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട് ബലപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിശ്വസ്തനാണെന്ന് രാത്രികാലം വീണ്ടും കേട്ട് ബലപ്പെടുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചുവല്ലോ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന അന്ന് വൃത്തിയാകും. ഞങ്ങളുടെ നിലവുകളേക്കാൾ, ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവിന് ഞങ്ങളുടെ മേലുള്ള വിചാരങ്ങൾ, അങ്ങയുടെ പദ്ധതികൾ ഏറ്റവും ഉയർന്നിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രകാരം ജീവിക്കാനായിട്ട്, കർത്താവിൻ്റെ ഹിതം ഞങ്ങളുടെ മേലെ അത് തികഞ്ഞു വരുവാനായിട്ട് അങ്ങ് ഞങ്ങളെ വീണ്ടും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വചന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രജിത് പാസ്റ്റർ കർത്താവ് തുടർന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവസഭയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലങ്ങൾ പാതപെടുത്തി മുട്ടുമുടക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്ന് ദിവസങ്ങൾ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസരായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ദമേ നടക്കേണ്ട ശുശ്രൂഷകളോത്ത് പ്രാർത്ഥിക്കുന്നു. നാളെ കടന്നു വരേണ്ട കർത്താവിനെ തക്ക സമയത്ത് കൂട്ടി വരുത്തുമാറാകണമേ. ദമേ, ഹല്ലേലൂയ, അങ്ങയുടെ ദാസനോട് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദമേ, ജോയിൻ പാസ്റ്ററായിട്ട് ടിയങ്കോശി പാസ്റ്റർ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഇവരെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നു. പിരിയാത്ത ദൈവസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകണം. പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വസിക്കുന്ന എല്ലാ ദൈവമക്കളോടും വിശേഷാൽ ഇന്ന് രാത്രിയിലും പകലും നമ്മുടെ മധ്യവചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും തന്നെ ശുശ്രൂഷയോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തോടെ